ഹായ് എവരിബഡി, ഞാൻ ഷഫീഖ്. നെരിമാൻ വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പള്ളിപ്പാറ മക്കാമിൻ്റെ പരിസരത്താണ്. ഇവിടെ ഇപ്പം പള്ളിപ്പാറ മക്കാം വലിയുള്ള ദഅ്വ സെൻറ്റർ ഇപ്പോൾ ഇവിടെ അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ നിർവഹിക്കുന്നതായിരിക്കും. തങ്ങൾ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗൈസ്, പള്ളിപ്പാറ മക്കാം വലിയുള്ള ദഅ്വ സെൻറ്ററിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കുറ്റിയടി കർമ്മം നിർവഹിക്കുന്നത്. في رفاعية وفي سلسلة الأحمدية البدوية السطوحية خاصة منهم بحق شيخنا ومرشدي ومربي الجليل الشيخ شمس العلماء وقدس الله وبحقوق جميع مشايخنا ورسولهم ومشايخهم وأتباعهم وأنصارهم وزوارهم إلى يوم الدين وبحقوق مشايخنا وأساتذتنا الذين قاموا بالخدمة الجليلة في ميادين سمسة جميع العلماء وبحقوق بهم أجمعين. اللهم صل على سيدنا محمد. اللهم بارك في تأسيس هذه الكلية. اللهم بارك في تأسيس هذه العمارة. اللهم بارك في هذه البلدة. اللهم بارك في أهل هذه البلدة. اللهم بارك لجميع القائمين بخدمة هذا المزار جميع الكليات التابعة لهذا المزار. اللهم بارك لنا ولهم في جميع أمورنا وأمورهم. اللهم وفقنا وإياهم لإتمام بناء هذه العمارة. اللهم احفظ هذه العمارة من شر الحاسدين ومن شر الساحرين ومن شر الظالمين والمؤمنين والعدوين ومن شرور الكفار ومن جميع الشرور بحق ومن شرور المبتدعين ومن جميع الشرور بحق يا حفيظ يا حفيظ يا حفيظ. اللهم ثبت عقيدتنا على عقيدة أهل السنة والجماعة. اللهم وفقنا أن نشر هذه العقيدة المقدسة. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل ثواب قراءتنا هدية إلى حضرات أرواح هؤلاء الشرفاء المذكورين وأمواتنا خاصة وأموات المسلمين. اللهم اغفر لهم. اللهم ارحمهم. اللهم اعف عنهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك. അള്ളാഹു എളുപ്പാക്കട്ടെ, മാർഗങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉയർന്ന് അന്തസ്സും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു കുറ്റിയടിക്കൽ കർമ്മമാണ് ഇവിടെ നടന്നത്. ഇനി ഇതിനു വേണ്ടി ആർക്കെങ്കിലും, ഈ സംരംഭത്തിന് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ഇടുക. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, ഇവിടുത്തെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ലൊക്കേഷനും പിൻ ചെയ്ത് വെക്കാം. ഓക്കെ. ദഅ്വ സെന്റർ ആൻഡ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഏറ്റവും ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ എന്താണ് ഈ പള്ളിപ്പാറ മക്കാം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇവിടെ പണിയുന്ന ദേവാസുണ്ട് നമുക്കറിയാം. പുരാതനമായിട്ട് തന്നെ വളരെയധികം പഴക്കമുള്ള നമ്മുടെ മലയോര മേഖലയിലുള്ള കുന്നുങ്കൈ, പെരുമ്പട്ട, നീലമ്പാറ, പുളിങ്ങോം, കമ്മാടം അതേ ഔലിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനിന്റെ സുന്ദര സന്ദേശവുമായി വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് പള്ളിപ്പാറയിലുമുള്ളത്. ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മുസ്ലിം കുടികളില്ല. 1, 2, 3 വീടുകൾ മാത്രമാണുള്ളത്. പക്ഷേ ഇതിന്റെ പരിപൂർണ ബഹുമാനത്തോടു കൂടി ഇവിടുത്തെ ഹിന്ദുക്കള് വളരെയധികം ആദരവോടുകൂടിയാണ് ഈ മക്കാമിനെ കണ്ടുവരുന്നത്. കൊണ്ടും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോടെ ദീർഘായുസ്സുമാറാവട്ടെ. പ്രദേശവാസികളാണ് ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അവരുടെയൊക്കെ പൂർണ്ണ പിന്തുണ കൂടി മാത്രമാണ് നമ്മുടെ ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ എല്ലാവരുടെയും ഇവിടെയുള്ള നമ്മുടെ ഈ പ്രദേശവാസികളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പരിപാടി എല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. അതിനാവശ്യമാകുന്ന ഭൗതിക സൗകര്യങ്ങൾക്ക് അതിന് ഉദ്ഘാടനം ചെയ്യപ്പെടാനുള്ള മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അവര് അമ്പിയാക്കന്മാരുടെ ശേഷം ഈ വിശുദ്ധ ദീനിന്റെ ക്ഷേമത്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവര് ലോകത്തിന്റെ പല ഭാഗത്തും അവർ എത്തി സഞ്ചരിച്ച് വിശുദ്ധമാകുന്ന ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തി. അവരുടെ ഹയാത്ത് കാലത്ത് അവർ നടത്തിയതുപോലെ തന്നെ അവരുടെ മരണത്തിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഔലിയാക്കന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും പരിശോധിച്ചു നോക്കാൻ കാണാനാണ്. എല്ലാവരും ഒരേ ഒരു സ്ഥാനത്ത് അവരെ പലരും പല ദർജയിലും വ്യത്യസ്തമാവുന്ന സ്ഥാനങ്ങളിലായി. മഹാനാവുന്ന ഇമാം സുബ്ബി എന്ന് പറഞ്ഞതുപോലെ അവര് അമ്പിയാക്കന്മാരെ പോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ വ്യത്യസ്തമാവുന്ന പല ദർജകളിലായിട്ടുള്ളത്. ചില ആളുകളെ പുറത്തിലേക്ക് മറ്റു ചില ആളുകൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ എത്താതെ എല്ലാവരുടെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യം വിശുദ്ധമാവുന്നതായ ദീനി ദഅവത്ത്. ആ ദഅവത്ത് ലോകത്തിന്റെ എല്ലാ വിവിധ മേഖലകളിലേക്ക് എത്തിക്കലാണ്. അത് എത്തിക്കാൻ വേണ്ടി അവര് അതിനാവശ്യമാവുന്ന ഒരു ആത്മീയമാവുന്ന ഒരു ശുദ്ധീകരണം അല്ലാഹുവിന് നൽകിയിട്ടുണ്ടാവും. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് വസ്തഖാമൂ. അവരവരുടെ വിശ്വാസം ശരിപ്പെടുത്തി കഴിഞ്ഞാൽ ആ വിശ്വാസത്തിനെ വളർത്താൻ ആവശ്യമാകുന്ന ഒന്നാണ് ഇസ്തിഖാമത്ത്. അല്ലാഹു വിരോധിച്ച സർവ്വസംഗതികളിൽ നിന്നും ഒഴിഞ്ഞെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ പൂർണ്ണമായും വഴിപ്പെട്ടു എപ്പോഴും അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വിശുദ്ധമാകുന്ന ഈമാൻ കൊണ്ട് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിന്ന് നടത്തുന്നതായ പല കാര്യങ്ങൾ അതിൻ്റെ അപ്പുറമുള്ളത് നടത്താൻ കഴിയുന്നതായ ഒരവസ്ഥയിലായിരിക്കും അവരുണ്ടാവുന്നത്. നിമിഷങ്ങളെ കൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയും. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള എന്ത് ശബ്ദങ്ങളും കേൾക്കാൻ കഴിയും. എപ്പോഴും കേൾക്കാന്നല്ല, കേൾക്കേണ്ട ആവശ്യമെങ്കിൽ കേൾക്കാൻ കഴിയും. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള എന്തും കാണാൻ പറ്റും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതായ ഒരു വിശുദ്ധമാവുന്നതായ ഒരു മാധ്യമം അവരെ കൈവശം. അതിൻ്റെ ഒരു പ്രത്യേക റിയാലിറ്റിയാവുന്ന ഒരു ടെക്നോളജി അല്ലാഹു നൽകി. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഭൗതികമായ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ അതിനേക്കാൾ അപ്പുറമായി അല്ലാഹുവിന്റെ ഔലിയാക്കൾ
അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട് ചെയ്തതുപോലെ ഔലിയാക്കളോട് ചെയ്യാം. അതാണ് അതിന് അനുയോജ്യമായ നിലക്കുള്ള ഒരു സംവിധാനമായി അള്ളാഹു ഈ ലോകത്ത് അള്ളാഹു ചെയ്തു. ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബായി തിരഞ്ഞെടുക്കുകയില്ല. അള്ളാഹുവിന്റെ ഹബീബായി അവൻ അവന്റെ ഹബീബായി ആ നിലക്ക് അള്ളാഹുമായിട്ടുള്ളതായ ആ സ്നേഹബന്ധം അത് രണ്ട് ഭാഗത്തു നിന്നും സുശക്തമായി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, അല്ലയോ ജിബ്രീൽ, ഇന്നി ഉഹിബ്ബുക, ഞാൻ എന്റെ ഹബീബായി തെരഞ്ഞെടുത്തു. എന്റെ ഹബീബായി ഞാൻ തെരഞ്ഞെടുത്തതുകൊണ്ട് ഈ ഹബീബിലേക്ക് ആവശ്യമാകുന്നതായ ഏത് മേഖലയിൽ അവർ ഉദ്ദേശിക്കുന്ന എന്ത് സംഗതിയുണ്ടോ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമാകുന്നതായ ഒരു പ്രത്യേക ടെക്നോളജിയാണ് വരുന്നത്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും അതിന് സഹായമായി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായ സൗകര്യങ്ങൾ മലയാളികൾക്കാവുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ആയതുകൊണ്ട് ജിബിലിയിലെ നീയും ഈ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മാനലോകത്തുള്ളതായ സർവ്വ മലായികത്തോടും എല്ലാ വിശുദ്ധാത്മാക്കളോടും ഇന്നാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരെ ജിബ്രീലാവുന്ന ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അവരെ ഹബീബായി സ്വീകരിക്കണം. ആ ഹബീബായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മഹാന്മാർ ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ശരിപ്പെടുത്തി കൊടുക്കാൻ പറ്റിയതായ ഒരു സംവിധാനം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനം അവർ ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ പറഞ്ഞില്ല പിന്നെ ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് അവരിഷ്ടപ്പെടുന്ന അവരാവശ്യപ്പെടുന്ന എന്ത് സംഗതികളും നിറവേറ്റാൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അതാണ് അയാളെ വീട്ടിൽ കുറെ ആളുണ്ടാവുക പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു കബൂലിയത്തിന് നൽകാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലോകത്ത് അവർ ഉദ്ദേശിക്കുന്നതായ എന്ത് സംഗതികളും ആ സംഗതികൾ അവർ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബദർ വലിയുമായി തങ്ങൾ കപ്പൽ കയറിയപ്പോൾ ബദർ വലിയുമായി തങ്ങൾ ആ കപ്പലിന്റെ പല പൊളിച്ചപ്പോൾ വെള്ളം ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ബദർ വലിയുമായി തങ്ങൾ ആ വെള്ളത്തിനോട് പറഞ്ഞു, വെള്ളം ഒരു തുള്ളി ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരാൻ പാടില്ല. വെള്ളം അവിടെ നിന്നും ഇറങ്ങിയ വെള്ളം കടലിന്റെ സമുദ്രത്തിന്റെ നടുക്കാണ് കപ്പലുള്ളത്. ആ കപ്പലിലേക്ക് കയറി വന്ന മറുപടി ഇറങ്ങിപ്പോയി. ഒഴുത് പർവ്വതത്തിൽ റസൂല വന്നപ്പോ ഒഴുത് പർവ്വതം അടക്കാൻ തുടങ്ങി. റസൂല ഒഴുത് പർവ്വതത്തിനോട് പറഞ്ഞു, നീ അടങ്ങുന്നു പറഞ്ഞു. അടങ്ങുന്നത് പറഞ്ഞ് അടങ്ങാൻ ആവശ്യമാവുന്ന പ്രത്യേകമാവുന്ന ചില പേരുകൾ പറഞ്ഞു. ഒന്ന് നബിയും ഒന്ന് നബിയാണ്. അബൂബക്കർ ഒന്ന് ഔലിയാക്കന്മാരുടെ നേതാവാകുന്ന അബൂബക്കറാണ്. മറ്റൊന്ന് ഷഹീദാക്കി പിന്നീട് ഷഹീദായി കൊണ്ട് കൊല ചെയ്യപ്പെടുന്ന ഉസ്മാനുമാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ലെങ്കിൽ തന്നെ നടന്നു. പക്ഷെ അങ്ങനെ ചില ആളുകളുടെ പേര് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ടതായ സംഗതികൾ നമ്മൾ അടങ്ങാൻ വേണ്ടിയോ മറ്റോ പറയുമ്പോൾ മഹാന്മാർക്കുള്ളതായ അള്ളാഹുവിന്റെ അമ്പിയാവിന്റെ പേര് ഉപയോഗിക്കുക, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ പേര് ഉപയോഗിക്കുക, ശ്രോതാവിന്റെ പേര് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് തങ്ങൾ ഉദ്ബുദ്ധിയാവുന്നത് പറഞ്ഞ ഉടനെ അങ്ങനെ പറയാൻ കാരണം മഹാന്മാരോടറിയും. അപ്പൊ അതാണ് അവർ ആവശ്യപ്പെടുന്ന അവർ ഉദ്ദേശിക്കുന്ന സംഗതികൾ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമാവുന്നതായ അതിനാവശ്യമാവുന്ന എല്ലാ സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊടുക്കും. അതാണ് അങ്ങനത്തെ മഹാന്മാരിൽപ്പെട്ടതായ ഒരു മഹാൻ അവർ ഇവിടെ വന്ന് ഇവിടെ അന്തരീക്ഷ പ്രശ്നത്തിനായി കൊണ്ട് തിരഞ്ഞെടുത്തു. അവരുടെ ഹയാത്ത് കാലത്തുള്ളതുപോലെ തന്നെ മരണത്തിന് ശേഷം പല അനുഭവങ്ങൾ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ സാധാരണ ചെയ്യുന്നതാണ്, നമുക്ക് സാധാരണമായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിവിടെ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം അവരുടെ മരണത്തിന് ശേഷം ഇവിടുത്തെ നിലവിലായ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഒന്നിപ്പിച്ചു ഇവിടെ ഈ മക്കാമിനെ കൊണ്ട് ജനങ്ങൾക്ക് സിയാറത്തിന് ആവശ്യമാകുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ മക്കാമിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ട് വിശുദ്ധമാവും ആ ദീനിനെ ഇവിടെ പഠിപ്പിക്കപ്പെടാൻ ആലിമീങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമാവുന്ന സ്ഥാപനങ്ങളും മറ്റ് വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണമെന്ന്
അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ഒരു പദ്ധതിക്കാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ആ മീറ്റിംഗിൽ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. മഹാന്മാർക്കുള്ളതായ അഭ്യതാപത്തുകൊണ്ട് ഇവിടെ മറുപടി കൊടുക്കുന്നവരുടെ അഭ്യതാപത്തുകൊണ്ട് നമ്മുടെ മഹാന്മാരാകുന്ന അഭിതാത്തിൻ്റെയും നമ്മുടെ മശായന്മാരുടെ ഒക്കെ അഭ്യതാപത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദ്ദേശിക്കുന്നവർക്ക് ഈ സാധനങ്ങൾ ഉയർത്താൻ അതിനുവേണ്ട മറ്റുള്ള ഹിമ്മത്തുകളൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മഴ ചെയ്തുകൊണ്ട് ഈ യോഗം കാണുന്നതായി പ്രഖ്യാപിക്കുന്നു. ഗൈസ്, തങ്ങൾ ഉസ്താദ് യാത്രയാവുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അഹ്ലു ബൈത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അകത്തും പുറത്തും 10,000-കണക്കിന് മദ്രസകളുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ തങ്ങൾ ഉസ്താദായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹം യാത്രയാവുകയാണ്. ഇവിടുത്തെ മക്കാമിലൊരു സജീവ പ്രവർത്തകനാണ് ഇദ്ദേഹം കേട്ടോ. ഈ സ്ഥാപനത്തിന്റെ ഈ ഉദ്ഘാടന പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച ഈ സെഷനിൽ കൂടിയ എല്ലാവരോടും പറയാനുള്ളത്, അള്ളാഹുവിലേക്ക് നമുക്ക് ഈ യാത്ര ഒരൊറ്റ മുസ്ലിങ്ങളില്ലാത്ത സ്ഥലമാണ്. ക്രിസ്ത്യാനികളും ഹിന്ദു സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഓണാഘോഷ പരിപാടിയിൽ 1.5 മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് എനിക്ക് ഒരു ബൈബിളിന്റെ വിവർത്തനം സമ്മാനമായി തന്നു. വേറൊരു ഹിന്ദു സഹോദരൻ വന്നിട്ട് രാമായണത്തിന്റെ വിവർത്തനം എനിക്ക് സമ്മാനമായി തന്നു. അവർ പറഞ്ഞതറിയോ, ഇത്തരം പ്രഭാഷണങ്ങളാണ് എല്ലായിടത്തും നടക്കേണ്ടത്. തമ്മിലടിയും അടിപിടിയൊന്നുമില്ലാതെ മനുഷ്യരൊക്കെ ഇന്ന് ഹിന്ദു സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണ നാളാണ് അവർക്കിന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയും പോലെയാണ് ഹിന്ദു സഹോദരങ്ങൾക്ക് തിരുവോണ നാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാത്മ്യമുള്ള നാൾ. അപ്പൊ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം തന്നെ നമ്മൾ പണ്ടേ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, എന്താണ്? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ പള്ളിപ്പാറ മക്കാം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ദാമോദരട്ടൻ ഈ സദസ്സിന് പോയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരുപാട് ഏട്ടന്മാർ ഇവിടെ ഉണ്ട്. അതേപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. എല്ലാവരും ഒന്നുപോലെ ഈ വലിയന്റെ സന്നിധിയിൽ വരികയാണ്. അവരുടെ ആകുലതകൾ, വ്യാകുലതകൾ, പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഇവിടെ സമർപ്പിക്കുകയാണ്. അവിടുള്ള ബന്ധമാണ്. മഹാനായ സയ്യിദുൽ ഉലമയുടെ കരങ്ങൾ കൊണ്ട് ആ സ്ഥാപനം തുറന്നു തരാനും അതിൽ നമുക്ക് കൂടുവാൻ സന്തോഷിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിപ്പാറ മക്കാമിലെ കാദിമായ നമ്മളെ ഷമീർ ഉസ്താദാണ്. ഷമീർ ഉസ്താദ് മദീന. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പ്രിയങ്കരനായ സുഹൃത്ത് ഷഫീഖ് യൂട്യൂബ് ചാനൽ തുടങ്ങി മാസങ്ങളോളമായി. കുറേ മുമ്പേ നമ്മൾ സംസാരിച്ചതാണ് പള്ളിപ്പാറ യൂട്യൂബിലിടണമെന്ന്. അൽഹംദുലില്ലാഹ് ഇന്ന് പള്ളിപ്പാറ വലിയുല്ലാഹി ദഅവ സെന്റർ ആൻഡ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ഒരു സന്തോഷവേളയിലാണ് ഷഫീഖ് പള്ളിപ്പാറ വലിയുള്ളാഹിയുടെ സന്നിധിയിലുള്ളത്. പള്ളിപ്പാറയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും, നമ്മുടെ മലയോര മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കൂടുതലൊന്നും ഞാൻ കടക്കുന്നില്ല. പള്ളിപ്പാറയിൽ ഈ മഹാനെ ജാതി മത ഭേദവ്യത്യാസമില്ലാതെ ഒരുപാട് പേര് ഈ മഹാനെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ വേവലാതികളും ആവലാതികളും ഇവിടെ പറഞ്ഞ് മടങ്ങുന്ന ഒരു കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് സെക്രട്ടറി ജാദിൽ അസ്നാർ അവർകളാണ് ഇപ്പോൾ ഉള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ പള്ളിപ്പാറ കിടക്കുന്ന മഹാനായ വലിയുള്ളാഹിയുടെ ചാരത്താണുള്ളത്. ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് പരിസര പ്രദേശങ്ങളെയും വെച്ച് ഒരു ഇസ്ലാമിക് ദേവ കോളേജിന് ഇന്നിവിടെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുകയാണ്. മഹാനായ നമ്മുടെ ഖാദിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിനന്ദനായ പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവர்களാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്ഥാപനം നമുക്കിവിടെ ഉയർന്നു വരേണ്ടതുണ്ട്.
നമ്മുടെ പള്ളിപ്പാറ മക്കാമിന്റെ രക്ഷാധികാരിയായ സിറാജുദ്ദീൻ ദാരിമി സർക്കാരുടെ അവറുകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഇന്ന് വളരെ സന്തോഷത്തിലാണ് നാം എല്ലാവരും. ആത്മീയ രംഗത്ത് ആയിരങ്ങൾക്ക് ആശാകേന്ദ്രമായി ജ്വലിച്ചു നിൽക്കുന്ന പള്ളിപ്പാറ വലിയുള്ളാഹി തങ്ങളുടെ ഹളറത്തിൽ ഒരു പൊതുചരിത്രത്തിന് നാന്ദി കുറിച്ചിരിക്കുകയാണ്. മുസ്ലിം കേരളത്തിൻ്റെ പരമാധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരമാധ്യക്ഷനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ പള്ളിപ്പാറ ദഅ്വാ സെന്ററിന് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയുമൊക്കെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈ പള്ളിപ്പാറയിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന നിലയിൽ ഒരു ദഅ്വാ സെന്റർ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉയർന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സഹകരിച്ച് അനധിവിദൂര ഭാവിയിൽ ആ ദഅ്വാ സെന്റർ ഇവിടെ ഉയർന്നു വരികയും പള്ളിപ്പാറ എന്ന ഈ നല്ല പേരുള്ള സ്നേഹം നിറഞ്ഞ സഹോദരിമാരുള്ള മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ എല്ലാവിധ ചിന്തകളും പാരമ്പര്യവും പൈതൃകവുമുള്ള ഈ നാട്ടിൽ പള്ളിപ്പാറ വലിയുള്ളാഹി ദഅ്വാ സെന്റർ ഒരു പുതിയ ചരിത്രത്തിന് സാഹചര്യമൊരുക്കും, പുതിയ ഒരു വഴിത്തിരിവായി മാറും. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പി കെ അബ്ദുൽ ഖാദർ, SMF കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ്. അൽഹംദുലില്ലാ, നല്ല ഒരു ഉദ്യമത്തിനാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അമരക്കാരനായ ബഹുമാനപ്പെട്ട ഇഫിനി മുത്തുക്കോയ തങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സൗകര്യങ്ങളോ ഈ തെളിച്ചമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ തികച്ചും കാട് പിടിച്ച് ഇവിടെ ഒരു മുസ്ലിം വീട് പോലുമില്ലാത്ത ഈ പ്രദേശത്ത് ഈ മഖാമ് സംരക്ഷിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് എന്നത് യാഥാർത്ഥ്യവും സത്യവുമാണ്. ഇന്ന് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഐശ്വര്യത്തിൻ്റെ ദിവസമായ തിരുവോണ നാളിൽ തന്നെ ഈ ഒരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചതും മറ്റ് നമ്മുടെ ഒരു വിധിയും. തീർച്ചയായും ഈയിടെ വരുന്ന ഈ സ്ഥാപനം മതേതരത്വത്തിന്, സാമുദായിക സൗഹാർദ്ദത്തിന് ഏറ്റവും ഉതകുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി ഇവിടെ ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സംരംഭത്തിന് SMFന്റെ കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പള്ളിപ്പാറ മക്കാമിലെ പരിസരവാസികളായ യുവാക്കളാണ് കേട്ടോ. പിന്നെ ഇവര് പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട്, കേട്ടോ, നല്ല സെറ്റപ്പിലായിട്ടുള്ളത്. പിന്നെ വേറെന്തൊരു വിശേഷമല്ലോ, ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ഓക്കെ, എനിക്ക് എന്താണ് ഇവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമ്മുടെ എല്ലാവരും പേര് കേട്ടോ. ഓക്കെ, താങ്ക് യു ഡാ, ഓൾവേസ് വെൽക്കം. പിന്നെ ഇവിടെ നിങ്ങൾ സിയാറത്തിനെല്ലാം വരാറുണ്ട്, എങ്ങനെ സംഭവം? അതെയാ, മെയിൻ്റനൻസ് വർക്ക് എന്താ പറഞ്ഞേ? പിടിക്കാനും സഹായിക്കാനെല്ലാം സജീവമായിട്ടുണ്ടാവും. ഓക്കെ, എല്ലാവരും ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, നെരിമാൻ വ്ലോഗ് കേട്ടോ. ബെല്ലൈക്കണും കൂടെ ആക്കണം. ഓക്കെ, എല്ലാവരും കട്ട സപ്പോർട്ട് അല്ലേ?